ഹായ് ഹലോ. അപ്പൊ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ച് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ സ്റ്റഡി പ്ലാൻ ഇതാ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി ഒരു 10 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 10 ദിവസം സക്സസ്ഫുൾ ആയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് തുടരെയുള്ള ദിവസങ്ങളിലും ഇതേപോലെ സ്റ്റഡി പ്ലാൻസ് അടുത്ത 10 ദിവസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻസ് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കിക്കളയാം. 26, അതായത് നാളെ മുതലാണ് നമ്മളിവിടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 26/4/2025 നിങ്ങൾ പഠിക്കേണ്ടത്, നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ എക്കണോമിക്സ് ആണ് അല്ലെ. അപ്പം ആദ്യം നിങ്ങൾ ഈ ഒരു മേഖലയിൽ പഠിക്കേണ്ടത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ഡിമാൻഡ് അനാലിസിസ്, പ്രൈസ്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. 27/4/2025 നിങ്ങൾ പഠിക്കേണ്ടത് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, revealed preference theory, recent developments in the theory of demand ആണ്. 28/4/2025 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് LES, CES, ബാൻഡ് വാഗൺ, സ്നോ ബാൻഡ്, വെബ്ലൻ ഇഫക്റ്റ് ആണ്. 29/4/2025 നിങ്ങൾ പഠിക്കേണ്ടത് തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ, ട്രഡീഷണൽ ആൻഡ് മോഡേൺ തിയറീസ് ഓഫ് കോസ്റ്റ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. 30-ാം തീയതി നിങ്ങൾ റിവൈസ് ചെയ്യുക, അതായത് ഇതുവരെ പഠിച്ചത് എന്താണോ ആ കോൺസെപ്റ്റുകളെല്ലാം തന്നെ റിവൈസ് ചെയ്യുക. 1/5/2025 നിങ്ങൾ പഠിക്കേണ്ടത് കോപ്പ് ഡോഗ്ലസ്, CES, VES ആൻഡ് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് ഐസക്കോൺസ് ആണ്. 2/5/2025 നിങ്ങൾ പഠിക്കേണ്ടത് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി വഴിയാണ്. 3/5/2025 നിങ്ങൾ പഠിക്കേണ്ടത് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി മാർക്കറ്റ്സ്, ഗെയിം തിയറി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. 4/5/2025 നിങ്ങൾ പഠിക്കേണ്ടത് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി, യൂളേഴ്സ് തിയറം ആൻഡ് ആഡിങ് എ പ്രോബ്ലം ആണ്. 6/5/2025 നിങ്ങൾ പഠിക്കേണ്ടത് കോൺട്രിബ്യൂഷൻസ് ഓഫ് റിക്കാർഡോ, മാർക്സ്, കലേക്കി, പാർഷ്യൽ ഇക്വിലിബ്രിയം ആൻഡ് ജനറൽ ഇക്വിലിബ്രിയം ആണ്. ഇതോടുകൂടി നിങ്ങളുടെ മൊഡ്യൂൾ 1-ലെ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് ഫിനിഷ്ഡ് ആകുന്നു. ഇത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് മോർണിംഗിൽ ഒരു MCQ സെഷൻ ചെയ്യുക, ഈവനിങ്ങിലും ഒരു MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞാല് what happens is that നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആക്ച്വലി ആദ്യം തന്നെ ഒരു പേപ്പർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ മാർക്കിംഗ് സ്കീമും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്സിനെ കുറിച്ചൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കിട്ടും അല്ലെ. അപ്പൊ ആ മാർക്ക് എങ്ങനെയാണ് ഉള്ളത് എന്നതിനെ കുറിച്ചും എഴുതി വെക്കുക. അതേപോലെ തെറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിൽ എഴുതി വെക്കുക. നമ്മുടെ മൈൻഡിന് ഒരു സൈക്കോളജിക്കൽ ഫിനോമിന ഉണ്ട്, നമ്മൾ തെറ്റിക്കുന്നത് എപ്പോഴും തെറ്റിച്ചുകൊണ്ടും ശരിയാക്കിയത് എപ്പോഴും ശരിയാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ തെറ്റിയത് എഴുതി വെക്കുക, എന്നിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പൊ ഈ ഒരു 10 ഡേ സ്ട്രാറ്റജി യൂസ്ഫുൾ ആയിരുന്നോ എന്നൊന്ന് ചെക്ക് ചെയ്യുക, പറയുക. അടുത്തൊരു 10 ഡേയ്സ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.